അതിന്റെ കൂടെ ഭക്ഷണവും മരുന്നും കൂടി ഇല്ലാതായ അതാ ശരീരം താങ്ങില്ല. കള്ളം പറഞ്ഞിട്ടായാലും ഭക്ഷണം കഴിപ്പിക്കല്ലാതെ എന്റെ മുന്നിൽ വേറെ വഴിയൊന്നും ഇല്ലായിരുന്നു. ഞാൻ ചെയ്ത ഈ തെറ്റിന് എന്നോട് പൊറുക്കണേ. ആ സമയത്ത് ഞാൻ പറഞ്ഞതൊരു കളവായിരുന്നെങ്കിലും എങ്ങനെയെങ്കിലും ആ കള്ളം ഒന്ന് സത്യമാക്കി തന്നു പ്രണവിനെ എന്റെ കൺമുമ്പിൽ കൊണ്ട് തരണേ ഭഗവാനെ. അമ്മേ, ആന്റി, എന്താ എന്താ മോനെ? ഈ പത്രത്തിലെ വാർത്ത കണ്ടോ? എവിടെ നോക്കട്ടെ. അളിയനെ പോലീസ് അറസ്റ്റ് ചെയ്തു. പ്രണവ് അളിയനെ തട്ടിക്കൊണ്ടുപോയിന്ന് പറഞ്ഞ അളിയനെ അറസ്റ്റ് ചെയ്തേക്കുന്നത്. എന്തൊക്കെയാ കേൾക്കുന്നേ? ഇങ്ങോട്ട് തന്നെ നിർമ്മലേ, ഞാൻ നോക്കട്ടെ. അളിയനെ റിമാൻഡ് ചെയ്ത് ജയിലിലേക്ക് അയച്ചു എന്ന് എഴുതിയിരിക്കുന്നത്. പത്രത്തിൽ പറഞ്ഞിരിക്കുന്ന ദിവസം വെച്ച് നോക്കിയാൽ CKCയുടെ ഓഫീസിലേക്ക് പ്രണവ് വന്ന ദിവസമാണല്ലോ അവനെ കാണാതായിരിക്കുന്നത്. എന്നിട്ട് നിധി ഇതൊന്നും നമ്മളോട് പറഞ്ഞില്ലല്ലോ. എടാ, നീ നിധി ഒന്ന് വിളിച്ച് വിവരം അന്വേഷിക്കും. എന്തോന്നാ മോളെ ഇത്? പത്രത്തിലൊരു വാർത്ത കണ്ടല്ലോ, അതിലെന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടോ? എന്തിനാ മോളെ ഗൗതമിനെ അറസ്റ്റ് ചെയ്തത്? പത്രത്തിൽ എഴുതിയിരിക്കുന്നതൊക്കെ നേരാണോ? എല്ലാത്തിനും കാരണക്കാരിയാ ശിവാനിയാ. അവള് പോലീസിനെ കൂട്ടി വന്ന് ഗൗതമിനെ അറസ്റ്റ് ചെയ്യിക്കായിരുന്നു. അങ്ങനെ അറസ്റ്റ് ചെയ്യിക്കാനും വേണ്ടി എന്ത് തെളിവാ ഗൗതമിനെതിരെ ഉള്ളത്? തെളിവ് എന്താണെന്ന് ചോദിച്ചാ അതൊക്കെ എങ്ങനെയാ ഒത്തു വന്നതാണെന്നേ ഞാൻ പറയൂ. സത്യത്തിൽ ഗൗതം അറിഞ്ഞ സംഭവം പോലും അല്ല ഇത്. പ്രണവിനെ കാണാതായിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ ആ CKCയും ജ്യോതിർമയും ആവാനാണ് സാധ്യത. എങ്ങനെയും ഗൗതമിനെയും പ്രണവിനെയും തമ്മിൽ തല്ലിക്കണം, ശത്രുക്കളാക്കണം. അതോടെ ഈശ്വരമംഗലം തകർക്കണം. അതാണ് CKCയുടെ ലക്ഷ്യം. അതിനുവേണ്ടിയാണല്ലോ ഡൽഹി കോൺഫറൻസിന് എരിവ് കയറ്റി പറഞ്ഞുവിടാൻ നോക്കിയത്. അതെ അതെ, CKC തന്നെയാ പ്രണവിനെ ഡൽഹിക്ക് പറഞ്ഞുവിടാൻ നോക്കിയത്. അയാൾ തന്നെ ആയിരിക്കണം ഇപ്പൊ അവനെ ഒളിപ്പിച്ചിരിക്കുന്നതും. ഇതൊക്കെ ആന്റിക്ക് എങ്ങനെ ഇത്ര കൃത്യമായിട്ട് അറിയാം? പറ ആന്റി, ആന്റിക്ക് ഇതെങ്ങനെ അറിയാം? അത് പിന്നെ പ്രണവ ശിവാനി ഇപ്പോ അയാളുടെ കൂടെ അല്ലായിരുന്നു മോളെ, അതുകൊണ്ട് പറഞ്ഞതാ. ചേച്ചി, അപ്പൊ തന്നെ നിങ്ങൾക്ക് അളിയന്റെ ആ ഫ്രണ്ടിൽ ACP ആ മഹേഷ് സാറിനെ വിളിക്കാറുന്നില്ലേ? സാറ് നാട്ടിലില്ല, ഫാമിലി ആയിട്ട് എവിടെയോ ടൂറിലാ. വിളിച്ചിട്ട് കിട്ടുന്നത് പോലുമില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യും മോളെ? ഗൗതമിനെ ഇറക്കാൻ ഒരു വഴിയില്ലേ? ഏതെങ്കിലും വക്കീലിനെ കണ്ടാലോ? വക്കീലിനെയൊക്കെ കണ്ടു. തെളിവുകളൊക്കെ എതിരാണെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. എന്ന് കരുതി എന്തെങ്കിലും ഒന്ന് ചെയ്യണ്ടേ? ചെയ്യണം. മുഴുവൻ സമയവും എനിക്ക് ഇതിന്റെ പിന്നാലെ ഇറങ്ങിയേ പറ്റൂ. അതുകൊണ്ടാ ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത്. നിഖിലേ, നീ ഇത് പിടിച്ചോ. അമ്മയ്ക്കും ആന്റിക്കും വേണ്ട മരുന്നുകളും വീട്ടിലേക്കുള്ള സാധനങ്ങളും ഒക്കെ വാങ്ങണം. എനിക്ക് എപ്പോഴും ഇങ്ങോട്ട് ഓടി വരാൻ പറ്റിയെന്ന് വരില്ല. ദേ, നിങ്ങൾ രണ്ടുപേരും ഇതും ആലോചിച്ചുകൊണ്ടിരുന്ന് ഊണും കളഞ്ഞ ആവശ്യമില്ലാതെ അസുഖമൊന്നും വരുത്തി വെക്കരുത്, കേട്ടല്ലോ? നീ ഇതിനിടയിൽ ഓടി വന്നല്ലോ. നീ പൊയ്ക്കോ മോളെ. ഗൗതമിനെ ഇറക്കാൻ എന്താ വേണ്ടെന്ന് വെച്ചാ ചെയ്യ. ഇനി ഞാൻ അടങ്ങിയിരിക്കില്ല. എന്ത് റിസ്ക് എടുത്തും ഗൗതമിനെ ഞാൻ പുറത്തിറക്കും. ഇതിന് കാരണക്കാരായവർക്ക് തക്ക തിരിച്ചടി കൊടുക്കുകയും ചെയ്യും. എന്നാൽ ഞാൻ ഇറങ്ങട്ടെ. നിന്നെ ഞാൻ വെറുതെ വിടില്ല ചന്ദ്രബോസേ.
ആ പറയൂ ജ്യോതി. ഞാനിപ്പോ ആ എസ് എ സുരേഷിനെ വിളിച്ചിരുന്നു.